ഹലോ ഗേസ്, അസ്സാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നേ വന്നിട്ടുള്ളതുണ്ടല്ലോ ഒരു നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളരിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് ചെറുള്ളി വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചിയും കറിവേപ്പിലയും തക്കാളിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ, ചെറുത് മാത്രം ഇട്ടെടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 പച്ചമുളക് നടുകൊന്ന് കീറിയാണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറുള്ളി ചതച്ചതാണ് കേട്ടോ. ഒന്നിട്ട് ചതച്ച് കണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തക്കാളിയാണ് കേട്ടോ ഇട്ടത്. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഇട്ട് കൊടുക്കട്ടെ, ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറുള്ളി ഇട്ട് കൊടുത്താലും മതി. തക്കാളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അപ്പോൾ അതേ നമ്മൾ ഇനി ചെറുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തക്കാളി എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണയിൽ എടുക്കണം. അപ്പോൾ അതാ നമ്മളിതുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചെറുള്ളി ഉണ്ടല്ലോ ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ബൗൾ ചെറുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചതച്ച് കണ്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത്. എന്നിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. ഇനി 2 രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മറന്നതാണ്. അപ്പോൾ അതാ ഞാൻ അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമ്മളുണ്ടല്ലോ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് ഉടനെ വരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലൈക്കൺ അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അതേ ഇട്ടെടുത്തിട്ടുള്ള മൂടി വെച്ചിട്ടാണ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കുറച്ച് സമയം. അപ്പോൾ അതേ നമ്മൾ തക്കാളിയും പിന്നെ ചെറുള്ളിയും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണോളം മുളകും പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ അവനതിൻ്റെ മുളകിനനുസരിച്ച് എരിവിനനുസരിച്ച് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം നിലക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളരിക്ക ഇട്ട് കണ്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പിന്നെ മസാലയൊക്കെ തളിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളരിക്ക ഇട്ടെടുത്തിട്ട് ഉപ്പ് ഇട്ടെടുത്താണ്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് കുറഞ്ഞ സമയം മതി. വെള്ളരിക്കൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ അതുണ്ടല്ലോ കുക്കറിൽ വേണമെങ്കിലും യൂസ് ചെയ്യട്ടെ, ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കുക്കറിലിട്ട് 1 വിസിൽ 2 വിസിലിന് പെട്ടെന്ന് തന്നെ വെന്തിട്ടുമല്ലോ. വെള്ളരിക്കൊക്കെ അത്ര വേവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് പാകമാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ച് വരട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് അപ്പോൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് തേങ്ങയും കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറുള്ളി, ഒരു 2-3 വെളുത്തുള്ളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതുണ്ടല്ലോ എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വെള്ളരിക്കുണ്ടല്ലോ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നുകൂടി മൂടി വെച്ചെടുക്കും. ഒന്നുകൂടി വേവട്ടെ, വെള്ളം ഒന്നുകൂടി വറ്റാനും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് കണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതുണ്ടല്ലോ നല്ലോണം തളിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ലൂസാക്കിയിട്ട് പാകത്തിനാക്കിയിട്ട് കറി ലൂസാക്കിയിട്ട് കേട്ടോ. ചിലർക്ക് നല്ല കുറുന്നനായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല ടൈറ്റിലായിരിക്കില്ലേ. നമ്മൾ നല്ല കുറുന്നനാക്കിയിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയെടുക്കൽ. ഇവിടെ അതാണ് കേട്ടോ ഇഷ്ടം. എന്നാൽ അത്യാവശ്യം ലൂസ് വേണേനും ഓവർ കുറുന്നനല്ലാതെ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ മുളകും പൊടി കുറച്ച് യൂസ് ചെയ്തത്. അപ്പം മുളകും പൊടി എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ് ചെയ്യുക. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് നമുക്കിതൊന്ന് വാങ്ങി വെക്കാം കേട്ടോ. എന്നിട്ടൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ വാട്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുള്ളിയാണ്. ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ച് പോരാം. അപ്പോൾ അത് നമ്മൾ ചെറുള്ളിയൊക്കെ ഏകദേശമൊക്കെ മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അപ്പോൾ അതാ നമ്മളിതുണ്ടല്ലോ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ കറിയിൽ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാടൻ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.